നമസ്കാരം. വിവാഹത്തിന് മുൻപ് ജാതക പൊരുത്തം നോക്കുന്ന വ്യക്തികളുടെ നക്ഷത്ര പൊരുത്തവും ഗ്രഹനില തമ്മിലുള്ള പൊരുത്തമാണ് ഈ സമയത്ത് പരിഗണിക്കുക. ഹൈന്ദവർക്കിടയിൽ പൊതുവെ ജാതക പൊരുത്തം നോക്കാറുമുണ്ട്. ജാതക പൊരുത്തത്തെക്കാൾ മനപ്പൊരുത്തത്തിന് പലപ്പോഴും പ്രാധാന്യം നൽകാറുമുണ്ട്. വിവാഹിതരാകുന്ന വ്യക്തികൾക്കിടയിലെ പൊരുത്തം വിവാഹ ജീവിതത്തിലെ ആയുസ്സും വിജയവും നിർണയിക്കുന്ന സുപ്രധാന ഘടകമാണ് എന്നാണ് ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നത്. ചില ജാതകങ്ങൾ പരിശോധിച്ച് നല്ല പൊരുത്തമുണ്ട് എന്നും മറ്റു ചില ജാതകങ്ങൾ പരിശോധിച്ച് ഇവർ തമ്മിൽ വിവാഹം കഴിക്കരുത് എന്നുമെല്ലാം ജ്യോതിഷികൾ പറയുന്നത് അതിനാലാണ്. നക്ഷത്രങ്ങൾ മാത്രം പരിശോധിച്ചാൽ വിവാഹ പൊരുത്തം പറയുവാൻ കഴിയും. അത്തരത്തിൽ ഒരിക്കലും ചേരാൻ പാടില്ലാത്ത അഥവാ വിവാഹിതരായാൽ അനർത്ഥങ്ങളും വിവാഹ ജീവിതത്തിൽ സ്വസ്ഥത ഇല്ലായ്മയും അടക്കം അശുഭങ്ങൾ സംഭവിക്കുന്ന ചില നക്ഷത്രങ്ങൾ ഏതെല്ലാമാണ് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി തൃക്കേട്ടയാണ്. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവരും തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവരും പരസ്പരം വിവാഹം കഴിക്കരുത്. കാരണം ഈ നാളുകാർക്കിടയിൽ പരസ്പര വേദമുണ്ട് അഥവാ വേദദോഷമുണ്ട് എന്നാണ് പറയുക. അതിനാൽ തന്നെ ജ്യോതിഷം ഇപ്രകാരം പരാമർശിക്കുന്നതിനാൽ ഇവർക്കിടയിലെ ദാമ്പത്യ ജീവിതം ശുഭകരമായിരിക്കില്ല എന്നും ദാമ്പത്യ പരാജയം ഉണ്ടാകും എന്നും ജ്യോതിഷത്തിൽ പരാമർശിക്കുന്നതാണ്, അഥവാ ജ്യോതിഷ പ്രകാരം പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ്. മറ്റൊരു നക്ഷത്രം ഭരണി അനിഴമാണ്. ഭരണിയും അനിഴവും തമ്മിൽ വിവാഹം കഴിക്കുകയാണ് എങ്കിൽ ഈ നക്ഷത്രക്കാർ വിവാഹം കഴിക്കുകയാണ് എങ്കിൽ കുടുംബ ജീവിതം തന്നെ താറുമാറാകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. ഇപ്രകാരമാണ് ജ്യോതിഷം പരാമർശിക്കുന്നത്. ഇവർക്കിടയിൽ എപ്പോഴും വഴക്കുണ്ടാവുകയും ദാമ്പത്യ ജീവിതത്തിൽ തന്നെ സ്വസ്ഥത ഇല്ലാത്തതായ അവസ്ഥ വന്നു ചേരാം. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർക്കിടയിലെ വിവാഹം ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭം. മറ്റ് നക്ഷത്രം വിശാഖം കാർത്തിക നക്ഷത്രങ്ങളാകുന്നു. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷനും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീയും തമ്മിൽ വിവാഹം കഴിക്കരുത് എന്നാണ് ജ്യോതിഷത്തിൽ പരാമർശിക്കുന്നത്. ഇപ്രകാരം വിവാഹം കഴിക്കുന്നതിലൂടെ പല തരത്തിലുള്ള പ്രതിസന്ധികളും വെല്ലുവിളികളും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും സാമ്പത്തിക പ്രയാസങ്ങൾ ഇവർക്കിടയിൽ വർദ്ധിക്കുകയും ചെയ്യാം. ഇവർക്കിടയിലും പരസ്പര ഭേദമുണ്ട്. അതിനാൽ ഒരിക്കലും പാടില്ല എന്ന് തന്നെ പരാമർശിക്കാം. മറ്റൊരു നക്ഷത്രം ചോതി രോഹിണിയാണ്. ചോതിയും രോഹിണി നക്ഷത്രങ്ങൾ ജനിച്ച വ്യക്തികൾ തമ്മിൽ വിവാഹിതരായാൽ ആ ദാമ്പത്യ ജീവിതത്തിൽ സന്താന ഭാഗ്യം ഉണ്ടാകുവാൻ സാധ്യത കുറവാണ് എന്ന് ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നു. ഇവർക്കിടയിലെ ദാമ്പത്യം പലതരം പ്രശ്നങ്ങൾക്കും കാരണമായി തീരാം. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് അഭികാമ്യം എന്നാണ് പരാമർശിക്കുവാൻ സാധിക്കുന്നത്. തിരുവാതിര തിരുവോണം ഈ രണ്ട് നക്ഷത്രങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കുകയാണ് എങ്കിൽ അവരുടെ ജീവിതത്തിൽ പല തരത്തിലുള്ള ദുഃഖങ്ങൾ വന്നു ചേരും എന്നാണ് പറയുക. വേദമുണ്ട് എന്ന് തന്നെ ജ്യോതിഷത്തിൽ പരാമർശിക്കുന്നു. അതിനാൽ തന്നെ ദാമ്പത്യ ജീവിതം ഇവർക്ക് ശുഭകരമായിരിക്കണം എന്നില്ല. പരാജയമാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. കുടുംബജീവിതം തന്നെ പലവിധ പ്രശ്നങ്ങളാൽ മനസമാധാനം നഷ്ടപ്പെടുക, തർക്കങ്ങൾ വന്നു ചേരുക, കൂടാതെ പലവിധ വിഷമങ്ങൾ പ്രയാസങ്ങൾ സംസാരത്തിലൂടെ വന്നു ചേരുക, പ്രവൃത്തിയിലൂടെ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ്. മറ്റൊരു നക്ഷത്രം പുണർദം ഉത്രാടമാകുന്നു. ഈ രണ്ട് നക്ഷത്രക്കാർ തമ്മിൽ വിവാഹം കഴിക്കുകയാണ് എങ്കിൽ കുടുംബ ജീവിതം തന്നെ താറുമാറാകും എന്നാണ് പറയുക. ഇവർക്കിടയിൽ എപ്പോഴും വഴക്കുണ്ടാവുകയും ദാമ്പത്യ ജീവിതത്തിൽ സ്വസ്ഥത ഇല്ലാത്തതായ അവസ്ഥ വന്നു ചേരും. അതിനാൽ തന്നെ ഇവർക്കിടയിലെ വിവാഹം ഒഴിവാക്കുന്നതാണ് ശുഭം. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരം പൂരാടമാണ്. പൂരവും പൂരാടവും തമ്മിൽ വിവാഹം കഴിക്കുന്നതിലൂടെ ഈ നക്ഷത്രക്കാർ വിവാഹം കഴിക്കുന്നതിലൂടെ ഇവർക്കിടയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരാം. പ്രധാനമായും ഇവർ വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് അഭികാമ്യം. ഇവർ തമ്മിൽ വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് അഭികാമ്യം. കാരണം തുടക്കത്തിൽ തന്നെ പ്രശ്നങ്ങൾ വന്നു ചേരാം. തുടക്കം മുതൽ തന്നെ പ്രശ്നങ്ങൾ വന്നു ചേരാം. പലവിധ പ്രതിസന്ധികൾ ഇവർക്കിടയിൽ ഉണ്ടാകാം. കൂടാതെ ഇവരുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അതിനാൽ ഇവർ തമ്മിലുള്ള വിവാഹത്തിലൂടെ പ്രശ്നങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത്
ആയില്യം മൂലമാണ്. ഇവർ തമ്മിൽ വിവാഹം കഴിക്കുന്നതിലൂടെ പ്രധാനമായും പലവിധ പ്രതിസന്ധികളാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. അപ്രത്യക്ഷമായ അനർത്ഥങ്ങൾ വന്നു ചേരാം. കൂടാതെ ദാമ്പത്യ ജീവിതം അധികം വൈകാതെ തന്നെ വിവാഹ മോചനത്തിലേക്ക് എത്തുവാനുള്ള സാധ്യതകളുണ്ട്. കുടുംബ പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സന്തോഷം ഇല്ലാതാകുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. സന്താന ഭാഗ്യം പോലുള്ള കാര്യങ്ങൾ വൈകുവാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ ഇല്ലാതിരിക്കുവാനോ സാധ്യത കൂടുതലാണ്. കൂടാതെ സ്വസ്ഥതയില്ലാത്ത അവസ്ഥ വന്നു ചേരും. അതിനാൽ തന്നെ ഇവർ തമ്മിലുള്ള വിവാഹം ഒഴിവാക്കുന്നതാണ് ശുഭം എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. മകം രേവതി. മകവും രേവതിയും തമ്മിൽ വിവാഹം കഴിക്കുന്നതിലൂടെ വേദദോഷമാണ് ഉണ്ടാവുക. അത്തരം പ്രശ്നങ്ങൾ ഉള്ളതിനാൽ തന്നെ തീർച്ചയായും സാമ്പത്തിക പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കാം. കൂടാതെ ജ്യോതിഷപരമായി പല രീതിയിലുള്ള പ്രശ്നങ്ങൾ പരാമർശിക്കുന്നതാണ്. പലവിധ പ്രതിസന്ധികൾ, വെല്ലുവിളികൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. എപ്പോഴും തർക്കങ്ങൾ വന്നു ചേരാം. മനസമാധാനം ലഭിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. കൂടാതെ ഇവർക്കിടയിൽ പല രീതിയിലുള്ള അകൽച്ചകൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അഭിപ്രായങ്ങൾ വ്യത്യസ്തമാകാം. അത്തരത്തിലും പ്രശ്നങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രം പൂരവും ഉത്രട്ടാതിയുമാണ്. ഇവർ വിവാഹം കഴിക്കുന്നതിലൂടെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, പ്രധാനമായും ജീവിതത്തിൽ ധനപരമായ പ്രയാസങ്ങൾ കടന്നു വരിക. കൂടാതെ ഈ സമയം ഇവരുടെ ജീവിതത്തിലേക്ക് ദാമ്പത്യ ജീവിതത്തിൽ സ്വസ്ഥതയില്ലാത്തതായ അവസ്ഥ, അത്തരം പ്രശ്നങ്ങൾ വന്നു ചേരാം. കൂടാതെ ശുഭകരമല്ലാത്തതായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പ്രതിസന്ധികൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ഇവർ തമ്മിൽ ഐക്യമില്ലാത്തതായ സാഹചര്യങ്ങൾ, പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വർദ്ധിക്കുക, മനസമാധാനം നഷ്ടപ്പെട്ടു പോവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. മറ്റൊരു നക്ഷത്രം ഉത്രം പൂരുരുട്ടാതി നക്ഷത്രങ്ങളാകുന്നു. ഇരുവരും വിവാഹം കഴിക്കുന്നതിലൂടെ വെല്ലുവിളികളെ പലതും അതിജീവിക്കേണ്ടതായി വരാം. പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. വിവാഹം കഴിച്ചത് മുതലുള്ള സമയം മുതൽ തീർച്ചയായും പല രീതിയിലുള്ള തർക്കങ്ങൾ, ഐക്യമില്ലായ്മ, ഇത്തരം പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. വിവാഹമോചനത്തിലേക്ക് വരെ എത്തിച്ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കുടുംബ പ്രശ്നങ്ങൾ വന്നു ചേരാം. ജീവിതത്തിൽ സന്തോഷം കുറയുന്നതാണ്. അത്തരം പ്രശ്നങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. മറ്റൊരു നക്ഷത്രം അത്തവും ചതയവുമാണ്. ഇവർ തമ്മിൽ വിവാഹം കഴിക്കുന്നതിലൂടെ ഐക്യമില്ലാത്തതായ അവസ്ഥ, വിവാഹ ജീവിതത്തിന്റെ തുടക്കം മുതൽ തന്നെ തർക്കങ്ങൾ, അത്തരം പ്രശ്നങ്ങൾ വന്നു ചേരാം. കുടുംബ പ്രശ്നങ്ങൾ വിട്ടൊഴിയാത്തതായ സാഹചര്യം വന്നു ചേരും. മനസമാധാനം നഷ്ടപ്പെടുന്നതായ സാഹചര്യം, സാമ്പത്തിക ക്ലേശങ്ങൾ വന്നു ചേരാം. കൂടാതെ ഇവർ തമ്മിൽ വിവാഹവുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള നഷ്ടങ്ങളാണ് സംഭവിക്കുക. പ്രധാനമായും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ടതായ പല കാര്യങ്ങളും ഐക്യമില്ലാത്തതിനാൽ നഷ്ടപ്പെട്ടു പോകുന്നതായ സാഹചര്യങ്ങൾ പോലും വന്നു ചേരാം. പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നു ചേർന്നുകൊണ്ടേയിരിക്കാം. അതിനാൽ തന്നെ തർക്കങ്ങൾ വിട്ടൊഴിയാത്തതായ സാഹചര്യങ്ങൾ പോലും വന്നു ചേരും. അതിനാൽ തീർച്ചയായും ഇവർ തമ്മിലുള്ള വിവാഹം ഒഴിവാക്കുന്നതാണ് ഉത്തമം. മകീരം ചിത്തിര. ഇവർ വിവാഹം കഴിക്കുന്നതിലൂടെ ഇത്തരം പ്രശ്നങ്ങൾ ജീവിതത്തിൽ വർദ്ധിക്കുന്നതാണ്. തീർച്ചയായും പരസ്പര ഭേദമുണ്ട് എന്നതാണ് വാസ്തവം. അതിനാൽ ജ്യോതിഷപ്രകാരം ഇവർ വിവാഹം കഴിക്കുകയാണ് എങ്കിൽ ഇവർക്കിടയിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ വിട്ടൊഴിയില്ല എന്നതാണ് വാസ്തവം. കൂടാതെ ഈ സമയം സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അപ്രത്യക്ഷമായ അനർത്ഥങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ദാമ്പത്യ ജീവിതം അധികം വൈകാതെ വിവാഹമോചനത്തിലേക്ക് പോലും എത്തിച്ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കുടുംബ പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ജീവിതത്തിലേക്ക് കടന്ന് വരും എന്നതാണ് വാസ്തവം. മറ്റൊരു നക്ഷത്രം ചിത്തിര അവിട്ടമാകുന്നു. ഇരുവരും തമ്മിൽ വിവാഹം കഴിക്കുന്നതിലൂടെ അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ, പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നാൾക്ക് നാൾ ഉടലെടുത്തുകൊണ്ടേയിരിക്കും എന്നതാണ് വാസ്തവം. പ്രശ്നങ്ങൾ പലതും പരിഹരിക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥ, അവരും അതിൽ പരാജയപ്പെട്ടു പോകുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. ഐക്യമില്ലാത്തതായ അവസ്ഥയാണ് ഉണ്ടാവുന്നത്. വേദമുള്ള നക്ഷത്രക്കാരാണ് ഇവർ. അതിനാൽ കലഹങ്ങൾ വർദ്ധിക്കും എന്ന് തന്നെ ജ്യോതിഷപ്രകാരം പരാമർശിക്കുവാൻ സാധിക്കും.